അവിടെ പോകാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പോയേനെ സ്വന്തമായിട്ട് പോയി കണ്ടെത്തിയ. അപ്പോൾ ഇവിടെ ആദ്യം വാർത്തയിലൊക്കെ വന്നു, അവിടെ ആരെയും കടത്തി വിടുന്നില്ല, രക്ഷാപ്രവർത്തനം എന്നവരെ പോലും അവരോട് അടുപ്പിക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മളെ ഒരാൾ ചെല്ലുന്നത്? കൃത്യതയിലേക്ക് അന്വേഷണം പോകാത്തത് കൊണ്ടല്ലേ സമയത്തിൽ വേരിയേഷൻ വന്നേ. ഇന്ന് രാവിലെ ഇത്ര സമയം കൊണ്ടല്ലേ കണ്ടുപിടിച്ചേ. ഞാൻ കണ്ടില്ല, എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് വേറൊരു ചാനലിൻ്റെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഇദ്ദേഹം പ്രവചിച്ചതുപോലെ തന്നെയാണ് ലോറി കിടന്ന സ്ഥലം, സമയത്തിൽ വന്ന വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ, അതുപോലൊരു ദിശ ഒരാളും പറഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലം ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്. അതായത് വാഹനം മണ്ണിടിഞ്ഞ സമയത്തുണ്ടായിരുന്ന സ്ഥലം, അവിടുന്ന് വാഹനം ഈ മണ്ണിൻ്റെ ആ പ്രഷറിൽ പോയി വീണ സ്ഥലം, അതായത് ഇതിൻ്റെ കോണ്ടാക്സിൽ, ഇത് രണ്ടും വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അതേ ആ എക്സാക്ട് ലൊക്കേഷൻ തന്നെയാണ് ഈ പറയാൻ പോലെ ഇപ്പോൾ ഈ വണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ആദ്യമായിട്ടേ ഇങ്ങനെ തിരുമേനി പറഞ്ഞെടുത്ത് നിന്ന് ഇങ്ങനെ ലോറി കിട്ടിയെന്ന് സുഹൃത്തുക്കളായിരിക്കും വിളിച്ചത്. അപ്പം അവരോട് എന്തെങ്കിലും ഒരു മറുപടി ആയിട്ട് തിരുമേനി പറഞ്ഞായിരുന്നു? ഞാൻ എന്നേ പറഞ്ഞില്ലേ? ഇല്ല ഒന്നും പറഞ്ഞില്ല. അതിപ്പോൾ ഇന്റർവ്യൂ നടന്നിരുന്നപ്പോഴാ സാധാരണ ഞാൻ സ്പീക്കർ ഇട്ട ഫോൺ എടുക്കാറ് ഒരാൾ വിളിക്കുമ്പോൾ. ഞാൻ അതുകൊണ്ടാണ് ഇത് എടുക്കാത്ത കുറേ കോൾ വന്നിട്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ആൾക്കാർ വിളിക്കുന്നതായിരിക്കും. എന്ത് പ്രശ്നം ഇതിനകത്ത്? അവർ തന്നെ മനസ്സിലാക്കട്ടെ, ഇയാൾ പറഞ്ഞ ദിശ കറക്റ്റാണോ, സമയത്തിൽ എന്തുകൊണ്ട് വേരിയേഷൻ വന്നു, കൃത്യതയിലേക്ക് അന്വേഷണം പോകാത്തത് കൊണ്ടല്ലേ സമയത്തിൽ വേരിയേഷൻ വന്നേ. ഇന്ന് രാവിലെ ഇത്ര സമയം കൊണ്ടല്ലേ കണ്ടുപിടിച്ചേ. 10 മണി തൊട്ട് ഈ പറയുന്ന സമയത്തിനകത്തല്ലേ കണ്ടുപിടിച്ചേ. അത് ഇന്നലെ ആയിക്കൂടായിരുന്നോ? ജോൺസൺ പറഞ്ഞതുപോലെ അന്ന് ഇവർ ചെയ്തിരുന്നെങ്കിൽ നേരത്തെ കിട്ടിയെന്നേ ഒന്നായിരുന്നു പറയുന്നത്. 100% ഇപ്പോഴും അപ്പോഴും പറയുന്നതാണല്ലോ. അല്ലെങ്കിൽ എൻ്റെ വാക്ക് ഞാൻ മാറ്റത്തില്ലേ? ഞാൻ പറഞ്ഞ ആ സമയം മുതൽ എൻ്റെ വാക്കിൽ തന്നെയാണ് ഞാൻ അടിയുറച്ച് നിൽക്കുന്നത് അല്ലേ. ഒരിടത്തും മാറ്റം വന്നിട്ടില്ലല്ലോ.